ടീമൊന്നും പക്ഷേ ജനറൽ ബോഡിയുടെ തീരുമാനം ലാലേട്ടൻ പറഞ്ഞ പോലെ ജനറൽ ബോഡിയുടെ തീരുമാനം നമ്മൾ പറയുന്നതല്ല, നമ്മൾ അഭിപ്രായം പറയുന്നത് ജനറൽ ബോഡിയുടെ തീരുമാനം ഇത് പാസ്സാക്കണ്ട, ഇത് മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനം ജനറൽ ബോഡിയിൽ വന്നിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല, എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും അഭിപ്രായം പറയുന്നത് ശരിയല്ല. അങ്ങനെയാണ് ഒരു ഹഡ്കോ കമ്മിറ്റിയെ നിയമിച്ചതും ജനറൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് റെഡിയാക്കി നല്ല സുതാര്യമാക്കി വേറൊരു ഭരണസമിതിക്ക് ഇത് ഇലക്ഷനിലൂടെ കൈമാറി. നിങ്ങൾ തന്നെ ഒരു അടുത്ത ഭരണസമിതിയുടെ അല്ല, ഞാനതിനൊന്നും താല്പര്യം കാണിക്കുന്നത്. ഇത് ഞാൻ അതിനെ ഒഴിഞ്ഞു പോയതാണ്. ഒരു 8 വർഷം മുമ്പ് ഒഴിഞ്ഞു പോയത്. പക്ഷേ ഞാനും കൂടി ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മടിയളവിട ബാബു, അതുപോലെ ടി.പി. മാധവൻ, ഇവരെല്ലാവരും എം.ജി. സോമൻ, സുരേഷ് ഗോപി, ഇങ്ങനെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെല്ലാം കോൺട്രിബ്യൂഷനിൽ കെട്ടിപ്പടുത്തൊരു സ്ഥാപനം. അപ്പോൾ ഞാൻ ഈ വന്നതിൽ എല്ലാ ചെറുപ്പക്കാരാണ് വരുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയർ ഞാനേ ഉള്ളൂ. ഇതിനകത്തൊരു അനുഭവ പരിചയമുള്ള ആൾ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനം. ചില ഞാൻ നിൽക്കില്ലായിരുന്നു, കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാരണം ഞാനിത് ഒരു 8 വർഷം മുമ്പേ ഇതിൻ്റെ ഇലക്ഷൻ നിൽക്കുകയെന്ന് വെച്ചാൽ അതങ്ങ് മാറിപ്പോയാണ്. കാരണം നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി വേറൊരു ജനറേഷൻ ഏറ്റെടുക്കട്ടെ എന്നുള്ളതായിരുന്നു. ആരാണ് ഒരു ആപ്റ്റായിട്ടുള്ളൊരു ലീഡർഷിപ്പ്? അല്ല, അവരാരെങ്കിലും സീനിയറായിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്നത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. ചെറുപ്പക്കാർ കഴിയില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷണത്തിനൊന്നും പോവാതെ എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവരും. അവർ പറ്റില്ല, അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സികൾ വന്നതുകൊണ്ട് രണ്ടുപേരും വരില്ല. പരീക്ഷണത്തിന് വേണ്ട. അല്ല, അവർ പേടിയാണ്. അവർക്ക് എന്തിനാണ് വെറുതെ അൺനെസസറി ഹെഡേക്ക് എന്തിനാണെന്ന് അവർ വിചാരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റും. ഈ തിരഞ്ഞെടുപ്പില്ലാതെ അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു അൺനെസസറി ഹെഡേക്ക് അവർ വേണ്ടാന്ന് വയ്ക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റും. ഈ തിരഞ്ഞെടുപ്പില്ലാതെ ഒരു പാനൽ ഇല്ല, അതറിയില്ല. അതൊക്കെ ഇനി ഡിസ്കസ് ചെയ്ത് വരുമ്പോഴൊരു ആദ്യം ഇതൊന്ന് ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. ഇത് സുതാര്യമായിട്ടൊന്ന് സ്ട്രീം ലൈൻ ചെയ്യുക, ഒരു ഇലക്ഷൻ നടത്തുക, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൈനീട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങാതെ പോവുക എന്നുള്ള യോഗത്തിൽ